ഹായ് എല്ലാവർക്കും നമസ്കാരം. CAPF നോട്ടിഫിക്കേഷൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. അതായത് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക് BSF, CRPF, CISF, ITBP, SSB, ആസാം റൈഫിൾ തുടങ്ങിയ ഫോഴ്സിലേക്ക് നിങ്ങൾക്ക് +2 കഴിഞ്ഞവർക്ക് സ്ഥിര ജോലി, അതും ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും റിലീസായിരിക്കുകയാണ്. നമ്മൾ ഷോർട്ട് നോട്ടീസ് വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇന്ന് റിലീസായിട്ടുണ്ട്. ഇന്ന് മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്വാളിഫിക്കേഷനും ഏജ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, ഫിസിക്കലും മറ്റു കാര്യങ്ങളും എല്ലാം നിങ്ങളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് എത്തിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കേട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ കാണാനും ശ്രമിക്കുക. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ സ്റ്റെനോഗ്രാഫർ, പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ എന്നീ 2 പോസ്റ്റിലേക്കാണ് CAPF നോട്ടിഫിക്കേഷൻ റിലീസാക്കിയിട്ടുള്ളത്. BSFൻ്റെ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ CAPF എല്ലാ ഫോഴ്സിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാ ഫോഴ്സിലേക്കും വേക്കൻസി വന്നിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ജൂൺ 9 മുതൽ ജൂലൈ 8 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് BSFൻ്റെ സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് ജൂലൈ 8 മുന്നേ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആപ്ലിക്കേഷൻ വീഡിയോ ഇന്ന് എന്തായാലും നമ്മുടെ ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യും. നിങ്ങളുടെ കമൻറ്റിൻ്റെ പ്രിഫറൻസ് ഒന്ന് നോക്കട്ടെ. നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് തന്നെ വീഡിയോ എത്തിക്കാം. അപ്പോൾ CAPF ആണ്, എല്ലാ ഫോഴ്സിലേക്കും വേക്കൻസി വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിലേക്ക് വേക്കൻസികൾ സെപ്പറേറ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കാണാം BSFലേക്ക് മൊത്തം 17, CRPF 21, ITBP 56, CISF 146, SSB 3 വേക്കൻസി. ഇത് ASI പോസ്റ്റിലേക്കാണ്. പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയലാണെങ്കിൽ BSF 302 വേക്കൻസി ഉണ്ട്, CRPF 282, ITBP 163, CISF 496, SSB 5, ആസാം റൈഫിളിലേക്ക് 35 വേക്കൻസിയാണ്. അങ്ങനെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയലിലേക്ക് വന്ന വേക്കൻസി. അപ്പോൾ ബോയ്സിനും ഗേൾസിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, കാരണം കാറ്റഗറി വൈസാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഗേൾസിൻ്റെ വേക്കൻസി ഇവിടെ സെപ്പറേറ്റും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടുക ASI അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ ഉയർന്ന സാലറിയാണ്, 29,200 ആണ് ബേസിക് പേ. 92,300 വരെ നിങ്ങൾക്ക് സാലറി കിട്ടാവുന്ന പോസ്റ്റാണ്. അതുകൂടാതെ ഒരുപാട് അലവൻസുകളും നിങ്ങൾക്ക് സാലറിയോടൊപ്പം നിങ്ങൾക്ക് കിട്ടും. ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയലാണെങ്കിൽ 25,500 തൊട്ട് 81,100 വരെ സാലറി കിട്ടും. വിത്ത് അലവൻസും നിങ്ങൾക്ക് പാക്കേജായിട്ട് കിട്ടാവുന്ന പോസ്റ്റാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ വേക്കൻസി കൂടാനോ കുറയാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ വേക്കൻസി കൂടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എക്സ് സർവീസ്മാനൊക്കെ അതിൻ്റേതായ ഇളവ്, അതുകൂടാതെ SC/ST OBC ഏജിന് റിലാക്സേഷൻ കിട്ടുന്ന നോട്ടിഫിക്കേഷൻ തന്നെയാണ്. ഏജ് ലിമിറ്റ് നിങ്ങൾ കണക്കാക്കേണ്ടത് 1/8/2024 അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് 18 മുതൽ 25 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. പിന്നെ SC/ST 5 വർഷവും OBC 3 വർഷവും റിലാക്സേഷൻ കിട്ടുന്ന റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ +2 പാസ്സായവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. മറ്റ് സ്ട്രീമുകൾ ഏത് സ്ട്രീം പഠിച്ചാലും നിങ്ങൾക്ക് അപേക്ഷ അയക്കാമെന്നാണ് പ്രത്യേകത. സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഏത് സ്ട്രീം പഠിച്ചാലും നിങ്ങൾക്ക് +2 ഉണ്ടായാൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. മറ്റ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. അപേക്ഷ അയക്കേണ്ടത് BSFൻ്റെ സൈറ്റ് വഴിയാണ്. ജൂലൈ 8 മുന്നേ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം. 100 രൂപ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. SC/ST വിഭാഗത്തിലുള്ളവർക്ക് ഫീസിന് ഇളവ് കിട്ടും. പിന്നെ പെൺകുട്ടികൾക്കും ഫീസിന് ഇളവ് കിട്ടും. ബാക്കിയുള്ളവർ UR OBC ആണെങ്കിൽ നിങ്ങൾ 100 രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം. പെൺകുട്ടികൾ എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും പേയ്മെൻറ്റ് അടയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ. ഇനി പരീക്ഷാ സെൻറ്ററുകൾ, എക്സാമിനേഷൻ സെൻറ്റർ നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട്. ഒറ്റ സെൻറ്ററുള്ളൂ കേരളത്തിൽ. ഇവിടെ കാണാം കേരളത്തിൽ ഗ്രൂപ്പ് സെൻറ്റർ CRPF പള്ളിപ്പുറം തിരുവനന്തപുരത്തെ പള്ളിപ്പുറം ഗ്രൂപ്പ് സെൻറ്റർ CRPFൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്റർ വരുന്ന നോട്ടിഫിക്കേഷനാണ്. ഷോർട്ട് നോട്ടീസ് ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കേരളത്തിലെ സെലക്ഷൻ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നുണ്ടോ എന്ന്. അപ്പോൾ അതിൻ്റെ ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയറായി. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. ആദ്യം നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ്. ഹൈറ്റ്, വെയ്റ്റ്, ചെസ്റ്റ് മെഷർമെൻ്റ് ആയിരിക്കും. അത് ക്വാളിഫൈ ആവുന്നവരെ ഫിസിക്കൽ ടെസ്റ്റിന് വിളിക്കുന്നുണ്ട്. ഫിസിക്കൽ ടെസ്റ്റിന് ഇവൻ്റ് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങളെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT എക്സാം ഉണ്ടായിരിക്കും. പിന്നെ സ്കിൽ ടെസ്റ്റ് വരുന്നുണ്ട്, ഡോക്യുമെൻറ്റേഷൻ വരുന്നുണ്ട്, മെഡിക്കൽ എക്സാം വരുന്നുണ്ട്. മെഡിക്കൽ എക്സാം ഫെയിൽ ആവുന്നവർക്ക് മെഡിക്കൽ എക്സാമും കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഹൈറ്റ് വേണ്ടത് 165 സെൻറ്റിമീറ്ററാണ് ബോയ്സിന് വേണ്ടത്. 77 സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടാവണം. എക്സ്പാൻഷൻ 82 സെൻറ്റിമീറ്റർ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം.
ഇനി ഗേൾസിനാണെങ്കിൽ 155 സെൻറ്റിമീറ്റർ ഹൈറ്റ് മിനിമം നിങ്ങൾക്ക് ഉണ്ടാവണം. ഫിസിക്കൽ ടെസ്റ്റിന് വരുന്ന ഇവൻറ്റ് ബോയ്സിന് 1600 മീറ്റർ റണ്ണിങ് 6.30 സെക്കൻഡിൽ ഓടിക്കയറണം പെൺകുട്ടികൾക്ക്. ഗേൾസിന് 800 മീറ്റർ റേസ് 4 മിനിറ്റ് 45 സെക്കൻഡിൽ കവർ ചെയ്താൽ നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് ക്ലിയറായി. അപ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ടായിരിക്കും സെക്കൻഡ് ഫേസ് ആയിട്ട്. ഹിന്ദി ഓർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ, ഓപ്ഷണലാണ്, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ജനറൽ ഇൻ്റലിജൻസ് ഉണ്ടാവും, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, കമ്പ്യൂട്ടർ നോളേജ്, അങ്ങനെ 20 ക്വസ്റ്റ്യൻസ് വീതം 20 മാർക്കിന്. മൊത്തം നിങ്ങൾക്ക് 1 മണിക്കൂർ 40 മിനിറ്റാണ് എക്സാം എഴുതാൻ ടൈം കിട്ടുക. 100 മാർക്കിനാണ് എക്സാം ഉണ്ടാവുക. ഇതിലേക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നില്ല, അത് നല്ലൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ കട്ട് ഓഫ് കൂടാനും ചാൻസ് ഉണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഡേറ്റ് ആൻഡ് സെൻറ്റർ, കമ്പ്യൂട്ടർ എക്സാമിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളും, ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് SMS ഇമെയിൽ വഴി അല്ലെങ്കിൽ നിങ്ങൾക്ക് BSFൻ്റെ സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തിക്കാം. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു നോട്ടിഫിക്കേഷൻ നന്നായി മനസ്സിലാക്കി ഇതിലേക്ക് അപേക്ഷ സമർപ്പിച്ച് പഠിച്ചു തുടങ്ങാം. അപ്പോൾ നിങ്ങൾ റിട്ടൺ എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഒരു സ്കിൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. അതായത് ടൈപ്പിംഗ് ടെസ്റ്റ്, കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും. അത് നിങ്ങൾ ക്വാളിഫൈ ആയാൽ നിങ്ങൾക്ക് മെഡിക്കൽ എക്സാം നടക്കും. അതിന് മുന്നേ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സ് അവർ പരിശോധിക്കും. അതിന് ശേഷമാണ് മെഡിക്കൽ എക്സാം കണ്ടക്ട് ചെയ്യുക. മെഡിക്കൽ എക്സാം ക്വാളിഫൈ ആവുന്നവർ നേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. മെഡിക്കൽ എക്സാം ക്വാളിഫൈ ആവാത്തവർക്ക് മെഡിക്കൽ എക്സാമും കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നതിനെ പറ്റി വീഡിയോ ഇന്ന് വരുന്നുണ്ട്. അത് കണ്ട് മാത്രം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസൊക്കെ അടച്ച് പഠിക്കാമെന്ന് ഉറപ്പുള്ളവർ ഇത് അപ്ലൈ ചെയ്യുക. കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഈ റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാവണം. അപ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, അതായത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റ്, എക്സാമിനേഷനൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് ഹാജരാവണം. ആ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവണം. എല്ലാത്തിൻ്റെയും ഒറിജിനലും വേണം, സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസും വേണം. അതായത് നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ടൈമിൽ പോകുമ്പോൾ 3 റീസെൻറ്റ് കളർ ഫോട്ടോഗ്രാഫ് കൊണ്ടുപോകണം. അതിൻ്റെ കൂടെ നിങ്ങൾ വാലിഡ് ഫോട്ടോ ID പ്രൂഫ്, അതായത് ആധാർ കാർഡ്, വോട്ടർ ID അല്ലെങ്കിൽ പാൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ കോളേജ് സ്കൂൾ ID കാർഡ്, എംപ്ലോയർ ID, അങ്ങനെ എന്തെങ്കിലും ഒരു ID പ്രൂഫ് നിങ്ങൾ ഒറിജിനലും ഫോട്ടോ കോപ്പി, അതായത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഫോട്ടോ കോപ്പീസും നിങ്ങൾ കൊണ്ടുപോകണം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. 10ാം ക്ലാസ് +2 സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അതിൻ്റെയും ഫോട്ടോ കോപ്പീസും നിങ്ങൾ ഒറിജിനലും കയ്യിൽ വയ്ക്കുക. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും എത്തിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ താഴെ കമൻ്റായിട്ട് പറയാം. ഇതുപോലത്തെ അപ്ഡേറ്റ്സ്, ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. അതുകൊണ്ട് എന്തായാലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നോട്ടിഫിക്കേഷൻസ് ഒന്നും മിസ്സാക്കണ്ട. അപ്ലൈ ചെയ്യുക, പഠിക്കുക, ജോലിക്ക് കയറുക. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷനാണ്, ആരും അറിഞ്ഞിട്ടില്ല. മാക്സിമം ഫോർവേഡ് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും ബൈ.